ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിമണ്ണിൽ തീർത്ത കൃഷ്ണപ്രതിമയാണ് ഇത്. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ, ഒരു ഫാക്ടറിയിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്കി, ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള പ്രതിമകളെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇത് ബുദ്ധൻ്റെ പ്രതിമ കണ്ട, നല്ല ഭംഗിയിലെ ബുദ്ധൻ. പിന്നെ അതുപോലെ മരത്തിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. പിന്നെ വേറിട്ട കുറേ രൂപങ്ങളെല്ലാം കളിമണ്ണിൽ തീർത്തിട്ടുണ്ട്. ഇരുനില മാളികകൾ, പിന്നെ ചെറിയ ചെറിയ ആനക്കുട്ടന്മാർ, അതൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ, ഒന്നും പറയാനില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വല്ലാണ്ട് അട്രാക്റ്റഡായി പോകുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഭഗവാന്മാരുടെ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അർദ്ധനാരീശ്വര സങ്കല്പത്തിലിരിക്കുന്നത്. പിന്നെ ഒരു പെൺകുട്ടി ചുവരിനോട് ചേർന്ന് നിൽക്കുന്ന പ്രതിമ, അങ്ങനെ പല പല ഡിസൈനിൽ എല്ലാം ഒരുവിധപ്പെട്ട ഐറ്റംസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ കാണുന്നതാണ്, ശരിക്കും പറഞ്ഞാൽ ഇത് ചെടിച്ചട്ടിയാണ്. കുറച്ച് ഡിസൈനറായിട്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ നടുക്കൊരു ചെറിയ നമ്മളുടെ ഒരു ചെറിയ ഹോളൊക്കെ ഉണ്ട്. ഇപ്പം ഈ കാണുന്നത് ചെടിച്ചട്ടിയല്ല, ഇതൊരു മൺചട്ടിയാണ്. ഇതിൽ തന്നെ നമ്മൾക്ക് 2 പർപ്പസ് ഉണ്ട് കേട്ടോ. ഒന്ന്, നമ്മൾക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം ഡിസൈനർ ചട്ടിയായിട്ട്. ഡിസൈനർ മീൻ ചട്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ നമ്മൾക്ക് താമരയൊക്കെ ഇങ്ങനെ നടാം കേട്ടോ. ഇതെല്ലാം കൂജകളും അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ വേസായിട്ട് വെക്കില്ലേ, അതിൻ്റെ പല ഡിസൈനുകളാണ് കേട്ടോ. അതിൻ്റെ തന്നെ ക്യാപ്പുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, കുടമൊക്കെ ആയിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള സുന്ദരിയായ പെൺകുട്ടി. വീണ്ടും ഒരുപാട് ആനക്കുട്ടന്മാർ, കുതിരക്കുട്ടന്മാർ എല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യസ്തങ്ങളായ കളിമൺ പ്രതിമകളാണ് ഇവിടെ ഉള്ളത്. ആമ കണ്ടോ, ഇത് നമുക്ക് ചെടി നടാൻ പറ്റും, നല്ല ഭംഗിയായിരിക്കുള്ളൂ. നല്ല ഭംഗിയുള്ള ഗാർഡനൊക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ ചെടികൾ നടാൻ ചെറിയ ചെറിയ ചട്ടികളാണ് അതിലേക്ക് ഇരിക്കുന്നത്. ഇത് കണ്ടോ, തബല, മൃദംഗം, വീണയൊക്കെ വായിച്ചിരിക്കുന്ന കുറേ പഴയകാല പ്രാചീന കാലത്ത് ഓർമ്മപ്പെടുത്തുന്ന രൂപങ്ങൾ. പിന്നെ ബുദ്ധപ്രതിമകൾ, പിന്നെ കൃഷ്ണൻ്റെ തന്നെ മറ്റൊരു വലിയ ഒരു പ്രതിമ. അതുപോലെ വലിയ ചട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, താമര വളർത്താവുന്ന ചട്ടികളുണ്ട്. പിന്നെ കൃഷ്ണ രാധ പ്രതിമകളുണ്ട്. ഞാൻ ഒരുപാടൊന്നും അങ്ങനെ എടുത്തില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്തത് നമ്മൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാം പ്രോപ്പറായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നീട് ഇടാം. ഇതുണ്ട് ദ്വാരപാലകന്മാരുടെ പ്രതിമകൾ, പിന്നെ കൂജകൾ, ഇതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. വ്യത്യസ്തങ്ങളാണെല്ലാം, ഡിസൈനൊക്കെ വളരെ വളരെ വ്യത്യസ്തമാണ്. പിന്നെ വന്നിട്ട് മങ്കിക്കുട്ടന്മാർ, പിന്നെ ഉണ്ട് ചെറിയ നമ്മൾ ഇതിൽ ചെടി വയ്ക്കാം, നല്ല ഭംഗിയിലകത്ത് ഡെക്കറേഷൻ ചെയ്ത് വയ്ക്കാം. പിന്നെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലച്ചട്ടികളാണ് കേട്ടോ. വലിയ ഉരുളിയില്ലേ, ഉരുളിച്ചട്ടി എന്ന് പറയില്ലേ, അതാണ്. അതിപ്പോൾ വീഡിയോ പിടിച്ചതൊന്ന് ഷോർട്ട് ഫോമിലായിപ്പോയി. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരണേ. ഇഷ്ടപ്പെട്ടതൊക്കെ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ ഈ സ്ഥലവും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെ പോയി വാങ്ങിയും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്